അദബ് പഠിപ്പിക്കണം. അദബ് പഠിയണമെങ്കിലോ, അദബ് പഠിയണമെങ്കിൽ എന്തു വേണം? അദബ് പഠിയണമെങ്കിൽ ഹലാലും ത്വയ്യിബുമായ ഭക്ഷണം കൊടുക്കണം, എന്നാലേ പറ്റുള്ളൂ. ഹലാലും ത്വയ്യിബുമായ ഭക്ഷണം കൊടുക്കണം, എന്നാലേ പറ്റുള്ളൂ. നമ്മളീ അധ്വാനിക്കണതൊക്കെ, നമ്മളീ കഷ്ടപ്പെടുന്നതല്ല, നമ്മളെ മക്കൾക്ക് വേണ്ടിയാണ്. സൂപ്പർ മാർക്കറ്റിക്ക് ഇൻ്റർവ്യൂ നടക്കുകയാണെങ്കിൽ 2 ജോലിക്കാർ, 2 പെണ്ണുങ്ങൾ ആവശ്യമുണ്ട്. 10 പെണ്ണുങ്ങൾ ഇൻ്റർവ്യൂവിന് വന്നാൽ തൊലിവെളുപ്പുള്ള പെണ്ണിനെയാണ് സെലക്ട് ചെയ്യുക. അങ്ങനെയാണ് സെലക്ട് ചെയ്യുക. മറ്റുള്ളവരുടെ നേത്ര വ്യഭിചാരത്തെ വിറ്റ് കാശാക്കിയിട്ട് അത് മക്കൾക്ക് തിന്നാൻ കൊടുത്തിട്ട് മരിച്ചുപോയതിൻ്റെ ശേഷം കബറിങ്ങ വന്ന് മക്കള് ദ്വാരക്കണ സ്വാലിഹായ സന്താനമാവണമെന്ന് ആഗ്രഹിച്ചിട്ട് കാര്യമില്ല. ചിരട്ടെടുത്തിട്ട് അങ്ങാടി കൂടെ തെണ്ടിയിട്ടാണ് ഹലാലും ത്വയ്യിബുമായ മുതൽ കിട്ടണമെങ്കിൽ ആ പൈസ കൊടുത്തിട്ട് മക്കളെ വളർത്തിയാൽ കബറിങ് വന്നത് ആർക്കും. സമ്പത്ത് ഹലാലും ത്വയ്യിബുമായില്ലെങ്കിൽ 3 വിപത്തുകൾ മാതാപിതാക്കൾക്ക് വരുന്നതാണ്. മക്കൾക്ക് കൊടുക്കുന്ന ഭക്ഷണം ഹലാലും ത്വയ്യിബുമായില്ലെങ്കിൽ 3 വിപത്ത് മക്കളിൽ നിന്ന് മാതാപിതാക്കൾ അനുഭവിക്കണം. ഒന്നാമത്തെ വിപത്ത് മക്കൾക്ക് അംഗവൈകല്യമുണ്ടാകുന്നതാണ്. മക്കൾക്ക് അംഗവൈകല്യം ഉണ്ടാവും. ഹോട്ടൽ നടത്തുകയാണ്. എത്രയോ സ്വാലിഹായ മനുഷ്യന്മാരാണ് ഹോട്ടലിലേക്ക് ഭക്ഷണം കഴിക്കാൻ വരുന്നത്. ബേക്കറി നടത്തുകയാണ്, കൂൾബാർ നടത്തുകയാണ്, ചായക്കടയാണ്, ചായ മക്കാനിയാണ്, പെട്ടിപ്പീടിയാണ്. എത്രയെത്ര സ്വാലിഹീങ്ങളാണ് വന്ന് ഭക്ഷണം കഴിച്ചു പോകുന്നത്. അവരുടെ വയറിലേക്ക് മ്ലേച്ഛമായ വസ്തുവിനെ കടത്തിവിട്ടാൽ അവന്റെ കുടുംബത്തിലേക്ക് അല്ലാഹു മ്ലേച്ഛമായത് കൊണ്ടുവരുമെന്ന കാര്യം തീർച്ചയാണ്. അതുകൊണ്ട് സമ്പത്ത് ഹലാലും ത്വയ്യിബുമായില്ലെങ്കിൽ മക്കളിൽ അനുഭവിക്കേണ്ടി വരും. തീർച്ച, കാര്യം ഉറപ്പാണ്. ആ കാര്യം ഉറപ്പാണ്. 1 അംഗവൈകല്യം മക്കളിൽ പിടികൂടും. 2 ബുദ്ധിവൈകല്യം മക്കൾക്കുണ്ടാവാൻ സാധ്യതയുണ്ട്. സമ്പത്ത് ഹലാലും ത്വയ്യിബുമായില്ലെങ്കിൽ മക്കൾക്ക് ബുദ്ധിവൈകല്യം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അന്റെ മുതൽ മാത്രം നോക്കിയാ പോരാ, അനന്തരമായി കിട്ടിയ വാപ്പാന്റെ മുതലിൽ ഹറാമ് കലർന്നിട്ടുണ്ടെങ്കിലും മക്കള് ബുദ്ധിയില്ലാത്തവരാവാൻ സാധ്യതയുണ്ട്. ഞാനല്ലല്ലോ, വാപ്പാന്റെ വാപ്പല്ലേ എന്നാലോചിച്ചിട്ട് കാര്യമില്ല. മൂസ നബി അലൈഹിസ്സലാമും ഖിളിർ നബി അലൈഹിസ്സലാമും കൂടി യാത്ര ചെയ്തപ്പോ ഒരു മനുഷ്യന്മാരുടെ മതില് നന്നാക്കി കൊടുത്തു. മൂസ നബി അലൈഹിസ്സലാമിന് ദേഷ്യം വന്നിട്ട് ഖിളിർ അലൈഹിസ്സലാമിനോട് മതില് നന്നാക്കിയതിനെ പറ്റി ചോദിച്ചു. ഭക്ഷണം ചോദിച്ചപ്പോൾ ആ നാട്ടുകാർ കൊടുത്തില്ല. അതുകൊണ്ട് മൂസാ നബിക്ക് ഓല മതില് നേരാക്കി കൊടുത്തപ്പോൾ ദേഷ്യം വന്നു. മൂസാ നബി പറഞ്ഞു, ഇങ്ങനെയാണെങ്കിൽ നമുക്കത് കരാറെടുത്ത് കണ്ട് ചെയ്തു തരാന്നില്ല, എന്നാൽ ഒജീനം കഴിക്കാനുള്ള ഭക്ഷണം പൈസ കിട്ടിയെന്നില്ലേന്ന് ചോദിച്ചു. കരാറിന് കണ്ട് നമുക്ക് ചെയ്യാൻ മതിയായിരുന്നല്ലോ. ബഹുമാനപ്പെട്ട ഖിളിർ നബി അലൈഹിസ്സലാം പറഞ്ഞു, ഞാൻ അതുകൊണ്ട് ചെയ്തതല്ല, വകാന അബൂഹുമാ സ്വാലിഹാ, ഓല വാപ്പ ഒരു നല്ല മനുഷ്യനായിരുന്നു, അതുകൊണ്ട് ചെയ്തതാണ് എന്ന് പറഞ്ഞു കൊടുത്ത് അത് ആ കുട്ടികളുടെ നേരെ വാപ്പയല്ലെന്നും 3ാമത്തെ വല്ലിപ്പയാണെന്നും തഫ്സീറിൽ കാണാം. അതാ കുട്ടികളെ 3ാമത്തെ വല്ലിപ്പായിരുന്നു. അതുകൊണ്ട് അനന്തരമായി കിട്ടിയ മുതലിൽ ഹറാമ് കലർന്നിട്ടുണ്ടെങ്കിലും മക്കളിൽ അതിൻ്റെ വിപത്തുകൾ കാണാവുന്നതാണ്. 10 ഉള്ളതിൽ 1 പൊട്ടനേക്കാരം. റിസൾട്ട് ആരോടും പറയണ്ട, നിങ്ങൾ സർവേ നടത്തിക്കോളി. റിസൾട്ട് ആരോടും പറയണ്ട വെച്ചാൽ മതി. ഹലാലും ത്വയ്യിബുമായ മുതല് മക്കൾക്ക് തിന്നാൻ കൊടുത്തില്ലെങ്കിൽ 3ാമതായി ചിന്താപരമായ വൈകല്യം മക്കളെ പിടികൂടുന്നതാണ്. 1 അംഗവൈകല്യം,
2 ബുദ്ധി വൈകല്യം, 3 ചിന്താപരമായ വൈകല്യം പിടികൂടും. എന്താ ചിന്താപരമായ വൈകല്യം? ചിന്താപരമായ വൈകല്യം എന്ന് പറഞ്ഞാൽ വാപ്പ മരിച്ചു പോയാല് കബറിങ് വന്നിട്ട് ഒരു ഫാത്തിഹ ഓതാൻ മോനെ കിട്ടൂല. അതന്നെ ചിന്താപരമായ വൈകല്യം എന്ന് പറഞ്ഞാൽ. മക്കൾ മുഅ്തദികളാകുന്നതിൽ നിർബന്ധമായും പരിശോധിക്കേണ്ടത് സമ്പത്തിന്റെ അവസ്ഥയാണ്. ഒരു മോലേരുട്ടി കട്ടു എന്ന് പറഞ്ഞാൽ ആദ്യം ചോദിക്കേണ്ടത് ഓൻ ഏത് പെരയിലായിരുന്നു ചെലവ് എന്നാണ്. ഫസ്റ്റ് അന്വേഷിക്കേണ്ടത് അതാണ്. പഴയകാലത്തെ ആലിമീങ്ങൾക്ക് ഭക്ഷണം കൊണ്ടുവരാൻ ചില തറവാട് വീടുകൾ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. കമ്മിറ്റിക്കാരൊക്കെ വലിയ പുരോഗതിക്കാരായപ്പോൾ എല്ലാ പെരേന്നും ചെലവ് വേണം എന്ന് നിയമം പാസാക്കി. എല്ലാ പെരേന്നും കിട്ടുന്ന ഭക്ഷണം അങ്ങനെ തിന്നാനൊന്നും പറ്റൂല. അതുകൊണ്ട് ഭക്ഷണം വളരെ പ്രധാനമാണ്. ഹലാലും ത്വയ്യിബും ആയിരിക്കണം, അനുവദിക്കപ്പെട്ടതും നല്ലതുമായിരിക്കണം കഴിക്കുന്ന ഭക്ഷണം. ഹറാമിന്റെ കലർപ്പുണ്ടാകാൻ പാടില്ല. ഹറാമ് ഭക്ഷിച്ചാൽ മക്കൾ നേരാവില്ല, ഉറപ്പാ. ഇതൊക്കെ നമ്മൾ കുട്ടികളെ ശരിക്കും ഇങ്ങനെ പഠിപ്പിക്കണം. നമ്മള് മൊബൈൽ ഉപയോഗിക്കണത് നോക്കിയിട്ട് തന്നെയാണ് കുട്ടികൾ ഉപയോഗിക്കുന്നത്. നമ്മൾ വാട്സപ്പ് ഉപയോഗിക്കുന്നത് നോക്കിയിട്ടാണ് കുട്ടികൾ ഭയങ്കര ബുദ്ധിയുള്ളവരാണ്. നമ്മളെ മാതിരി പഴയമായിരുന്നല്ല. ഇപ്പോൾ കുറച്ച് പറഞ്ഞാൽ തന്നെ നല്ലോണം മനസ്സിലാവും. ഒരിക്കൽ കണ്ടാൽ മതി, ഓൽക്ക് വേഗം മനസ്സിലാവും. നമ്മളൊക്കെ തന്നെ മൊബൈൽ കേടുന്നപ്പോൾ കുട്ടികളെടുത്ത് നേരാക്കാൻ കൊടുക്കൽ, ഓലത് വേഗം നേരാക്കി തരും. കാരണം എന്താ? നല്ല ബുദ്ധിയാണ് കുട്ടികൾക്ക്. നമ്മൾ പറയും പോലെ ഒന്നല്ല, ഭയങ്കര ബുദ്ധിയാണ്. നമ്മൾ ചെയ്യണ ഓരോന്നും അവർ നോക്കുകയുണ്ട്. നമ്മൾ എത്ര സമയം വാട്സപ്പിൽ ഇരിക്കുന്നുണ്ട്, നമ്മൾ എത്ര സമയം ഫേസ്ബുക്കിൽ ചിലവാക്കുന്നുണ്ട്, അത് നോക്കിയിട്ട് തന്നെയാണ് കുട്ടികളും അതിൽ സമയം ചിലവാക്കുന്നത്. അതുകൊണ്ട് നമുക്കതിന് നിയന്ത്രണം ഉണ്ടെങ്കിൽ കുട്ടികൾക്കുണ്ടാവും. നമ്മളെങ്ങനെയാണ് പൈസ ചിലവാക്കണത് നോക്കിയിട്ട് തന്നെ ഓലും ചിലവാക്കണത്. സ്വതക്ക കൊടുക്കുന്നവന്റെ മക്കളാണ് സ്വതക്ക കൊടുക്കുന്നവർ ആകാറുള്ളത്. ഓലെന്നെ മുതലാളിമാരും ആവില്ലട്ടോ. സ്വതക്ക കൊടുക്കാത്തൊരു മനുഷ്യൻ മുതലാളിയാകൂല. ലോകത്തെ ഏറ്റവും ലാഭമുള്ള ബിസിനസ് സ്വതക്ക കൊടുക്കലാണ്. 1-ന് 10 കിട്ടുന്ന വേറെ ഒരു ബിസിനസ്സും ഇല്ല. 1 ലക്ഷത്തിന് 10 ലക്ഷം ലാഭം കിട്ടുന്ന വേറെ ഒരു ബിസിനസ്സും അള്ളാന്റെ ദുനിയാവിലില്ല. 100% ഉറപ്പാണ്. മാക്സിമം പലിശ 17% കിട്ടുള്ളൂ. 100% കിട്ടിയാൽ 1 ലക്ഷത്തിന് എത്രയേ ഉള്ളൂ? 2 ലക്ഷമേ ഉള്ളൂ. എന്നാലും 10 ലക്ഷം ആവില്ല. അതുകൊണ്ട് ലോകത്തെ ഏറ്റവും ലാഭമുള്ള ബിസിനസ് സ്വതക്ക കൊടുക്കലാണ്. വാപ്പാര് സ്വതക്ക കൊടുത്താലേ മക്കൾ സ്വതക്ക കൊടുക്കുക എന്ന ശീലം വരുള്ളൂ. ഓനെന്നെ ഉണ്ടാവും ചെയ്യുള്ളൂ. പിന്നെ ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെട്ട് മിതവ്യയം ചെയ്ത് ജീവിക്കണം എന്ന് പറഞ്ഞോടത്ത് 2 കാര്യം ഒഴിവാണ്. ചില ധാരണപ്പശകൾ നമുക്കുണ്ട്. 2 കാര്യം ഒഴിവുണ്ട്. ഒന്ന്, മറ്റുള്ളവർക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുക. നമ്മളെക്കൊണ്ട് മാക്സിമം എത്ര നല്ല ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുമോ അതന്നെ കൊടുക്കേണ്ടത്. അവിടെ അരക്കത്രം കാണിച്ചിങ്ങാണ്ട് അമിതമായി ചെലവാക്കാൻ പറ്റൂല എന്ന് പറയാൻ പറ്റൂല. നമ്മളെക്കൊണ്ട് എത്ര നന്നായിട്ട് ഒരാളെ സൽക്കരിക്കാൻ പറ്റുമോ അത്രയും നന്നായിട്ട് സൽക്കരിക്കണം. തിന്നണോ ശ്രദ്ധിക്കണം, കൊടുക്കണതിനൊരു ശ്രദ്ധ ആവശ്യമില്ല. അങ്ങനെ. രണ്ടാമത്, സ്വതക്ക കൊടുക്കണോടത്ത് മിതവ്യയം ആവശ്യമില്ല. സ്വതക്ക കൊടുക്കണോടത്ത് അമിതവ്യയം എന്ന് പറയുന്ന ഒരു സംഗതി ഇല്ല. എത്ര കൊടുത്താലും ഓർവില്ല, എത്ര കൊടുത്താലും ഓർവില്ല. തബൂക്ക് യുദ്ധം കഴിഞ്ഞതിന് ശേഷം മൂത്തത് യുദ്ധത്തിന് വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പിരിവെടുത്താണ്. വയത് പറഞ്ഞിട്ട് പിരിക്കുകയാണ്. നല്ല പ്രയാസമുള്ള സമയത്താണ് മൂത്തത് യുദ്ധം നടക്കുന്നത്. സഹാബത്തിനോട് പറഞ്ഞു, സഹാബ, അനിവാര്യമായ ഒരു സാഹചര്യത്തിൽ നമ്മൾ യുദ്ധത്തിന് പോവുകയാണ്. അനിവാര്യമായ സാഹചര്യത്തിൽ യുദ്ധത്തിന് പോവുകയാണ്. അതുകൊണ്ട് നിങ്ങളെല്ലാവരും വീട്ടിൽ പോയിട്ട് തരാൻ പറ്റിയ അത്രയും കൊണ്ടുവരണം. പ്രമുഖരായ സഹാബികളെല്ലാം വീട്ടിലേക്ക് പോയി. എല്ലാവരും മടങ്ങി വന്നു. ആദ്യം വന്ന സഹാബിയോട് നബി തങ്ങൾ ചോദിച്ചു, നിങ്ങൾ എന്താ കൊണ്ടുവന്നിരിക്കുന്നത്? ഞാൻ അത്രയും കൊടുത്തിട്ടുണ്ട്. 4000 ദിർഹം കൊണ്ടുവന്നിട്ടുണ്ട്. നബി തങ്ങൾ ചോദിച്ചു, ഇനി വീട്ടിൽ എന്താണുള്ളത്? അള്ളാന്റെ റസൂലേ, വീട്ടിൽ ഇത്രയും കൂടി ഉണ്ട് നബിയേ. ഭാര്യക്കും മക്കൾക്കും അത്രയും കൂടി ഉണ്ട് പറഞ്ഞു. പടച്ചോനെ, ഇവന് കൊടുന്നതിലും വീട്ടിൽ വെച്ചതിനും ബർക്കത്ത് കൊടുക്കണേന്ന് തോരുന്നു.
പിന്നെ വന്നു സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു. ചില്ലറ പൈസ ഉണ്ട് കയ്യിൽ, അത് കൊടുത്തു. നബി തങ്ങൾ അത് നോക്കിയിട്ട് ചോദിച്ചു, അല്ലയോ അബൂബക്കറിന് സിദ്ദീഖ്, വീട്ടിൽ ഭാര്യക്കും മക്കൾക്കും ഇനി എന്താണുള്ളത് സിദ്ദീഖ്? സയ്യിദുനാ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, നബിയേ, വീട്ടിൽ ഭാര്യക്കും മക്കൾക്കും ഇതിനേക്കാൾ ഖൈറായതുണ്ട് നബിയേ, ഇതിനേക്കാൾ ഖൈറായതുണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ ചോദിച്ചു, അല്ല സിദ്ദീഖേ, ഇതിനേക്കാൾ ഖൈറായത് എന്താന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞു, അള്ളാന്റെ റസൂലേ, അബൂബക്കർ സിദ്ദീഖിന്റെ വീട്ടില് അള്ളാഹുവും അവന്റെ റസൂലുമല്ലാതെ മറ്റൊന്നുമില്ല നബിയേ. ഇത് കേട്ട് നിന്നിരുന്ന സഹാബത്ത് പറഞ്ഞു, ദുനിയാവിൽ ആരെ തോൽപ്പിക്കാൻ കഴിഞ്ഞാലും സിദ്ദീഖിനെ തോൽപ്പിക്കാൻ കഴിയില്ല. എത്ര കൊടുന്നാലും കൊടുന്നത് പെരയിലുള്ളതിന്റെ പകുതിയാണ്, എന്നാൽ സിദ്ദീഖ് കൊണ്ടുവന്നത് വീട്ടിലുള്ളത് മുഴുവനുമാണ്. അതാണ് സംഗതി, അതാ സംഗതി. ഇവിടെ പിരിവൊന്നും ഇല്ലാത്തതുകൊണ്ട് ധൈര്യമായിട്ട് പറയാൻ പറ്റിയ വിഷയമാണ് സ്വതക്കനെ കുറിച്ചിട്ട്. പിരിവ് മുമ്പിലുണ്ടെങ്കിൽ നമുക്ക് തോന്നുന്നത് അടുത്തത് ഇനി മൂപ്പര് സ്ഥാപനത്തിന്റെ കാര്യം പറയുമെന്ന്. ഇല്ല, ഇവിടെ അങ്ങനെ പറയാനില്ല. ഇത് ഇവിടുന്ന് മനസ്സിലാക്കിയിട്ട് പിന്നെ അവസരം കിട്ടുമ്പോൾ നിങ്ങൾ കൊടുത്താൽ മതി. മനുഷ്യൻ മരിക്കുമ്പോൾ ചോദിക്കണത് സ്വതക്ക കൊടുക്കാൻ 1 മിനിറ്റ് തരുമെന്നാണ്. മരിക്കുമ്പോൾ മനുഷ്യൻ ചോദിക്കും, എല്ലാവർക്കും അറിയണായത്ത് ഒതിക്കോളി, റബ്ബി ലൗലാ അഖർതനീ ഇലാ അജലിൻ ഖരീബ് ഫഅസ്സദ്ദഖ വഅകും മിനസ് സാലിഹീൻ വലൻ യുഅഖിറല്ലാഹു നഫ്സൻ ഇദാ ജാഅ അജലുഹാ വല്ലാഹു ഖബീറും ബിമാ തഅമലൂൻ. മരിക്കുമ്പോ മനുഷ്യൻ ചോദിക്കുന്നത് വസിയ്യത്ത് ചെയ്യാൻ എന്നല്ല, കുട്ടികളോട് ചില കാര്യം പറയാനുണ്ടായിരുന്നു എന്നല്ല, 2 റക്അത്ത് നിസ്കരിക്കട്ടെ എന്നല്ല, 1 സെക്കൻഡ് തരുമോ സ്വതക്ക കൊടുക്കാൻ എന്നാ ചോദിക്ക മനുഷ്യൻ മരിക്കുമ്പോ. അതിൽ വേറൊരു കാര്യം കൂടി ഉണ്ട്. 1 സെക്കൻഡ് കൊണ്ട് സ്വാലിഹാകാവുന്ന ഒരമലാണ് സ്വതക്ക കൊടുക്കല്. സ്വതക്ക കൊടുത്ത് ഞാൻ സ്വാലിഹായി കൊള്ളാം എന്നാണ് പറയണത്. അതുകൊണ്ട് മക്കളെ സ്വാലിഹീങ്ങളാക്കണം എന്ന് ഉദ്ദേശിക്കുന്നവർ മക്കൾക്ക് സ്വതക്ക കൊടുക്കൽ ശീലിപ്പിക്കണം. 1 സെക്കൻഡ് കൊണ്ട് സ്വാലിഹാകാവുന്ന വേറൊരു അമലുമില്ല സ്വതക്ക കൊടുക്കലല്ലാതെ. അതുകൊണ്ട് മക്കൾക്ക് സ്വതക്ക കൊടുക്കാൻ ശീലിപ്പിക്കണേ. 1 സെക്കൻഡ് മതി സ്വാലിഹാവാൻ, 1 സെക്കൻഡ് ഉണ്ടാവും. അപ്പൊ ഞാൻ പറഞ്ഞത്, ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെട്ട് മിതവ്യയം ചെയ്ത് ജീവിക്കുക എന്ന് പറഞ്ഞാല് സ്വതക്ക കൊടുക്കുന്നിടത്തും സദ്യ കൊടുക്കുന്നിടത്തും അത് ബാധകമല്ല, അത് മാക്സിമം കൊടുക്കണം. ബാക്കിയുള്ള എല്ലാ കാര്യത്തിലും അമിതമായി ചെലവാക്കാതെ ആവശ്യത്തിന് മാത്രം ചെലവഴിക്കണം. പ്രത്യേകിച്ച് സ്ത്രീകള്, ഞമ്മക്ക് ആവശ്യമുള്ള സംഗതി ഓക്കെ, ഞമ്മക്ക് ആവശ്യമുള്ളത് ഓക്കെ. വേറൊരു തൊഴിൽ ഉണ്ടായതിൻ്റെ പേരിൽ ഞമ്മക്ക് ആവശ്യമില്ലെങ്കിലും വാങ്ങാന്നുള്ള സ്വഭാവം ഒഴിവാക്കണം. നമ്മളെ കൗമ് മാത്രമാണ് ആ പരിപാടി ചെയ്യണത്. ബാക്കി ആരാണെങ്കിലും ആവശ്യത്തിനേ വാങ്ങുള്ളൂ. ഒരു അമുസ്ലിമായൊരു, നമ്മൾ നാട്ടിൽ ഒരുപാട് മുസ്ലിങ്ങളില്ലേ, 500 റുപ്യയിലേറെ വിലയുള്ള ചുരിദാർ അവർ ധരിക്കലില്ല. അത്യാവശ്യം കാണാൻ ചേരും ചുരുക്കം അതുണ്ടാവുമല്ലോ. അതേ സാധനം നമ്മൾ 3000 റുപ്യ കൊടുത്തിട്ടാണ് വാങ്ങുക. സാധനം തന്നെ കാരണം നമ്മളെ കണ്ടാൽ അറിയാം എന്ത്, നമുക്ക് 500-ൻ്റെത് വേണ്ട 3000-ൻ്റെ മതിന്ന് ഒരേ സാധനത്തിന് 2 റേറ്റ് ഇട്ടിട്ടുണ്ടാവും. എത്ര മുന്തിയ സാധനമാണെങ്കിലും 500-ൻ്റെ നമുക്ക് വേണ്ട, 3000-ൻ്റെതേ നമുക്ക് വേണ്ടുള്ളൂ. നമ്മുടെ ശരീരത്തിന് ഇണങ്ങുന്നത് ഏതാണെന്നും നമ്മുടെ ബഡ്ജറ്റിൽ ഒതുങ്ങുന്നത് ഏതാണെന്നും ഒന്നും നമ്മൾ ആലോചിക്കലില്ല. കടം വാങ്ങിയിട്ടാണെങ്കിലും വേണ്ടില്ല, അടിച്ചു പൊളിച്ച് ജീവിക്കുക എന്നുള്ളിടത്താണ് നമ്മളുള്ളത്. ആവശ്യത്തിന് ചെയ്യുന്നതിനെ കുറിച്ചല്ല ഞാൻ പറഞ്ഞത്. ഒരു മനുഷ്യൻ കുട്ടികൾക്ക് തിന്നാൻ കൊടുത്തിട്ട് കടം വന്നാലും, മരുന്ന് വാങ്ങിയിട്ട് കടം വന്നാലും, പെരണ്ടാക്കിയിട്ട് കടം വന്നാലും ഒരു സമാധാനം ഉണ്ടാവും. അത്യാവശ്യം ജീവിക്കാനുള്ള ഒരു പെരണ്ടാക്കിയപ്പോൾ കടം വന്നതാണ്, ഓനൊരു സമാധാനം ഉണ്ടാവും. ഒന്നുമില്ലെങ്കിൽ എൻ്റെ പെരയും കൂടി ഉണ്ടല്ലോ.
മരുന്ന് വാങ്ങിയിട്ട് കടം വന്നതാണെങ്കിൽ വാപ്പാനെ നല്ലോണം നോക്കിയല്ല ഞാൻ, പിന്നെ കുറച്ച് കടം വന്നാൽ എന്താന്നൊരു തോന്നൽ ഓനുണ്ടാവും. കുട്ടികൾക്ക് തിന്നാൻ കൊടുത്തിട്ടാണെങ്കിൽ ഒന്നുമില്ലെങ്കിൽ എൻ്റെ കുട്ടികൾ അല്ലലും അലറ്റതും ഇല്ലാതെ കഴിഞ്ഞു കൂടുന്നുണ്ടല്ലോ എന്നൊരു തോന്നലുണ്ടാവും. ഈ മൂന്നും അല്ലാത്ത എന്തിന് നമ്മൾ കടം വാങ്ങിയാലും പേരെടുക്കാനും പ്രൗഢി എടുക്കാനും മറ്റുള്ളവരെ കാണിക്കാനും ഒക്കെ കടം വാങ്ങിയിട്ട് നമ്മളിങ്ങനെ നരകയാതന അനുഭവിച്ചുകൊണ്ട് ജീവിക്കേണ്ട ആവശ്യം എന്താ? അള്ളാഹു തആല നമുക്ക് ജീവിക്കാൻ മാത്രമുള്ള വരുമാനമൊക്കെ നമുക്ക് തരുന്നുണ്ട്. വരുമാനം കൂട്ടിത്തരുമ്പോൾ അള്ളാഹു ആവശ്യവും തരുന്നുണ്ട്. നമുക്കത് മനസ്സിലാക്കായിട്ടാണ്. വരുമാനം കൂട്ടി തരുന്നതിനനുസരിച്ച് അള്ളാഹു തആല ആവശ്യം തരുന്നുണ്ട്. വരുമാനം കുറയുന്നതിനനുസരിച്ച് ആവശ്യം അള്ളാഹു കുറച്ച് തരുന്നുണ്ട്. അതുകൊണ്ട് എപ്പോഴും ആഗ്രഹിക്കേണ്ടത് മിസ്കീനായി ജീവിക്കാനും മിസ്കീനായി മരിക്കാനും നാളെ മിസ്കീന്മാരുടെ ഒപ്പം സ്വർഗത്തിൽ ഒരുമിച്ച് കൂടാനുമാണ്. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അതാണ് നല്ലത്. നമുക്ക് ആവശ്യത്തിനുള്ളതുണ്ട്, ഏറെ വേണ്ട, കുറച്ചേറെ വേണം സക്കാത്ത് കൊടുക്കാനും സദഖ കൊടുക്കാനും. മുതലുണ്ടാവാനുള്ള ദുആ എങ്ങനെ? മുതലുണ്ടാവാനുള്ള ദുആ, അല്ലാഹുവേ എനിക്ക് ധാരാളമായി സദഖയും സക്കാത്തും കൊടുക്കാൻ അവസരം തരണേ എന്നാണ്. അള്ളാഹു നമുക്കെല്ലാവർക്കും ധാരാളം സദഖയും സക്കാത്തും കൊടുക്കാൻ അവസരം തരട്ടെ. അതാണ് ശരിക്കും ദുആ. ഓൻ്റെ മുതലുകൊണ്ട് ഓൻ അടങ്ങാറാവൂല, ഓൻ്റെ മുതലുകൊണ്ട് ഓൻ അടങ്ങാറാവൂല, അതുറപ്പ്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ കാര്യവും നമ്മൾ ശ്രദ്ധിച്ച് നീങ്ങണം. 10,000 രൂപ കള്ളനും സൂക്ഷിക്കും, 10 പൈസ സൂക്ഷിക്കാൻ വലിയ മുത്തഖിയാവണം. എല്ലാ ആഴ്ചയിലും 2 തവണ കേൾക്കുന്ന വസിയ്യത്താണ്, യാ അയ്യുഹന്നാസ് ഇത്തഖുല്ലാഹ ഹഖ്ക തുഖാതി. മനുഷ്യരെ, മുഅ്മിനീങ്ങളെ, ജനങ്ങളെ, നിങ്ങൾ അല്ലാഹനെ പേടിക്കണം കേട്ടോന്ന് എല്ലാ വെള്ളിയാഴ്ചയും 2 വട്ടം കേൾക്കും നമ്മൾ. അതുകൊണ്ട് അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കാൻ നമുക്ക് സാധ്യമാവണം.